ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ആലു ടിക്കിയാണ്. നമുക്കതിന് കുറച്ച് ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ ഈ സ്നാക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാനതിന് ഇവിടെ എടുത്തിരിക്കുന്നത് ബേബി പൊട്ടാറ്റോയാണ്. അത് ബോയിൽ ചെയ്തെടുത്തിരിക്കുകയാണ്, ഒരു 6 എണ്ണം. പിന്നെ അതിലേക്ക് ഞാൻ 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട, ഗ്രാജ്വലി നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും ഗ്രീൻ ചില്ലിയാണ് വേണ്ടത്. ഞാനിവിടെ പച്ചമുളക് 2 എണ്ണം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ 1 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. എരിവിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂട്ടിയും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ലെമൺ ജ്യൂസ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇത് ഹാർഡ് ഡോയാണ്, ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ സോഫ്റ്റ് അല്ല. ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിൽ ഇത്തിരി എണ്ണ പുരട്ടിയ ശേഷം അത് റൗണ്ടായിട്ട് പരത്തിയെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ എല്ലാം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. കയ്യിൽ തന്നെ വെച്ച് ചെറിയ റൗണ്ട് ഷേപ്പ് ആക്കി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മളിവിടെ എല്ലാ ആവശ്യത്തിനുള്ള ഷേപ്പിൽ ആക്കിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇത് ഷാലോ ഫ്രൈ ചെയ്യുക ചെയ്യുന്നത്. ഇത് ഫ്രൈ ചെയ്യുമ്പം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിടണ്ട. നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം 3 to 4 മിനിറ്റ്സ് കണ്ടിന്യൂസ്ലി 1 സൈഡ് ഫ്രൈ ചെയ്യുക ചെയ്യുന്നത്. ആ 1 സൈഡ് നന്നായിട്ട് ബ്രൗണിഷ് ആയ ശേഷം മാത്രമാണ് നമ്മളത് തിരിച്ചിട്ട് കൊടുത്ത് 3 to 4 മിനിറ്റ്സ് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ക്രിസ്പിനെസ് കിട്ടത്തില്ല. ഇതിങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 3 to 4 മിനിറ്റ്സ് എടുക്കും ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ ഞാനിത് ഫ്രൈ ചെയ്യുന്നത് ത്രൂ ഔട്ട് മീഡിയം ഫ്ലെയിമിലിട്ടാണ്. ഇത് ശ്രദ്ധിക്കുക, അതിന് ക്രിസ്പിനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഈവനിങ് സ്നാക്കിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഈ സ്നാക്ക് ഇരിക്കുക. നമുക്ക് ചട്നിയൊക്കെ കൂട്ടിയോ സോസോ സ്പൈസി സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഇനി പിള്ളേർക്ക് ഇതുണ്ടാക്കുമ്പം ചില്ലി വേണേൽ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം പൊട്ടറ്റോയും റൈസ് ഫ്ലോറും മാത്രമായിട്ട് ചെയ്താലും അതിന് ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില്ലി ചേർക്കുമ്പോൾ അതിൻ്റേതായ ഫ്ലേവർ കിട്ടും. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ അവർക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. നമ്മുടെ ആലു ടിക്കി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്.